കമ്മ്യൂണിയൻ അല്ലെങ്കിൽ കൂട്ടായ്മ പാർട്ട് 2. കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പലപ്പോഴും അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം അത് ഇപ്പോൾ ഒലഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അത് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം, അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം, ചേർച്ചിലുള്ള ബന്ധം, ഇതെല്ലാം വരും. ഇതൊക്കെ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം ശരിയായി കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ശരിയാക്കുക. അത് പിതാപുത്ര പരിശുദ്ധാത്മാവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമ്മൾ വേറൊരാളെ കയറ്റരുത്. അത് അങ്ങനെ നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകും. അപ്പം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ് ഈ കുടുംബത്തിനകത്ത് നമ്മൾ കാണേണ്ടത്. മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ നമ്മളിൽ ഉണ്ടാകണം. അതുപോലെ മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള കൂട്ടായ്മ, 3 തരത്തിൽ. അപ്പം ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം ദൈവം ഇല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് കാര്യമില്ല. പിന്നെ ചുമ്മാ കാര്യം എന്താണ്? അതായത് നമ്മൾ പോലും സംശയിക്കുക ആരാണ് നമ്മുടെ പുറകിൽ നിന്ന് നമ്മുടെ കുതികാല് ചവിട്ടുന്നതെന്ന് ഓർക്കണം. അത് വളരെ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹത്തോടെ നമുക്ക് സമൃദ്ധി ഉള്ളപ്പോൾ, അനുഗ്രഹം ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ പുറകെ നിൽക്കും. പക്ഷേ അപ്പോഴും നമ്മുടെ കാല് വീഴുന്നോ എന്ന് നോക്കുന്നവരുണ്ടെന്ന് ഓർക്കണം, വിശ്വാസികളുടെ ഇടയ്ക്കും. അതുകൊണ്ട് നമ്മൾ ദൃഢമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക്. അപ്പോൾ ആദ്യമേ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് മനുഷ്യനുമായിട്ടുള്ള ബന്ധം, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ഇതെല്ലാം ഒലഞ്ഞു കിടക്കുന്നതായിട്ടല്ലേ നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മാറി നിൽപ്പുണ്ടെങ്കിൽ ഈ ബന്ധം ശരിയാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കർത്തൃമേശ എടുക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ കുർബാന അനുഭവിക്കുക എന്നത് പുത്രൻ തമ്പുരാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നിച്ച് സംബന്ധിപ്പിച്ച് നമ്മളിലേക്ക് വസിക്കുക. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ വചനം അനുസരിക്കും, എൻ്റെ വചനം അനുസരിക്കുന്നു എങ്കിൽ ഞാനും എൻ്റെ പിതാവും നിങ്ങളിൽ വസിക്കുക. അപ്പം ഞാനും എൻ്റെ പിതാവ് 2 പേര്, മൂന്നാമത് പരിശുദ്ധാത്മ ഇവിടെയുണ്ട്. അപ്പോൾ 3 പേരും നമ്മളിൽ വസിക്കുന്ന തൃത്വം നമ്മളിൽ വസിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അത് എളുപ്പം, അത് പ്രയാസമല്ല. അത് ദൈവം വളരെ സിമ്പിളാക്കി തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഒത്തിരി കിടന്നുകൊണ്ട് ബനേഷ്യ പോലെ ചിലരുടെ മുഖത്ത് നോക്കിയാൽ കണ്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു ചിരിക്കത്തില്ല. അവർക്ക് ചിരി മാറിപ്പോയി. കാരണം അവരുടെ ചിന്ത അവരുടെ പ്രയത്നം കൊണ്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതല്ലെങ്കിൽ അവരുടെ ചിന്ത എൻ്റെ കുറവ് കൊണ്ടാണ് ഈ ഭവനത്തിൽ ഇതൊക്കെ സംഭവിച്ചത്, എൻ്റെ മക്കൾ ചൊവ്വാത്തത് എൻ്റേത് കൊണ്ടാണ്, എൻ്റെ സഹോദരനും മറ്റുമായിട്ട് സ്നേഹമില്ല, എല്ലാം എൻ്റേതാക്കി വെച്ചിരിക്കുക. ആര് പറഞ്ഞു നിന്നോട് ഇത് കയറ്റി വെക്കാൻ? അത് നമ്മൾ വളരെ ഇതിലൊക്കെ ആഴമേറിയ സത്യമാണ്. അതുകൊണ്ടാണ് ഈ എൻ്റെ ചിന്തയിൽ നിന്ന് മാറി ഞാനെന്ന ചിന്ത മാറി ദൈവം എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ക്രിസ്തു പോലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം, ഒരിക്കലും പരിശുദ്ധാത്മാവ് സ്വയപ്രശംസ ഏറ്റെടുക്കുന്നില്ല. ക്രിസ്തുവിനുമാവും എപ്പം പരിശുദ്ധാത്മാവ് വരുന്നോ അവിടെ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. അത് യേശുവിൻ്റെ ആത്മാവ് തന്നെ. എവിടെ യേശു വരുന്നോ യേശു പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. കണ്ടിട്ടുണ്ട്? ഇത് നല്ല കുടുംബത്തിലെ ഭാര്യ അവരുടെ ഭർത്താവിനെ ബഹുമാനിക്കും. അപ്പനും അമ്മയും ബഹുമാനം കുടുംബത്തിൽ കാണിച്ചാൽ മക്കൾ ബഹുമാനിക്കും. സ്കൂളിലൊന്നും അല്ല അത് പഠിപ്പിക്കേണ്ടത്, വീട്ടിൽ തന്നെയാണ്. അത് കറക്റ്റാണത്. അത് പഠിപ്പിക്കാൻ ഒക്കുന്നില്ല എങ്കിൽ നമുക്ക് എവിടെയോ വീഴ്ച വന്നിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ അപ്പം നമ്മളോട് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ ആലയ്ക്കകത്ത് ജീവിക്കുന്നവരാക്കി വേണം. അപ്പം നമ്മൾ കർത്തൃമേശയിൽ കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീരം അനുഭവിക്കുകയാണ്. തിരുശരീരം അനുഭവിക്കാൻ ഇപ്പോൾ ഏതായാലും കർത്താവ് തന്നെത്താനെ ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വഴിയാണ് കർത്തൃമേശ അല്ലെങ്കിൽ കുർബാന അനുഭവിക്കുക. ഓരോ സഭകളും ഓരോരുത്തർ അവരവരുടെ പേരനുസരിച്ച് പറയുന്നതുകൊണ്ട് സത്യത്തിന് മാറ്റമൊന്നും വരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് യേശുക്രിസ്തു തന്നെ ചെയ്ത കാര്യം പറഞ്ഞു തരുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 11-നകത്ത് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ അത് ഞാൻ എടുക്കുന്നില്ല. ഇപ്പം 6-ലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. അപ്പം ഇത് നമ്മൾ ഓർക്കണം, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമെന്ന്. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ ഈ സക്കായിയുടെ വീട്ടിൽ യേശു ക്രിസ്തു കടന്നു വരികയാണ്. സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സക്കായിക്കൊരു ഭയമുണ്ടായിരുന്നു. കാരണം എന്നിലുള്ള ബലഹീനതകളെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞാൽ തീർന്നു പോകും. എല്ലാവർക്കും അറിയാം, എന്നാലും വേറൊരാൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ യേശു
സക്കായിയുടെ ഹൃദയം വായിച്ചു. ദൈവത്തെ യേശുവിനെ എനിക്ക് കാണണം, യേശു എന്നെ കാണണ്ട. അങ്ങനെയാണ്. അങ്ങനെ ഈ ഒത്തിരി ഇലയുള്ള അത്തിവൃക്ഷത്തിൻ്റെ ഇടയ്ക്ക് കയറി സക്കായി ഇരിക്കുകയാണ്. സക്കായി ഇരിക്കുമ്പം സക്കായിയുടെ വിചാരം എനിക്ക് യേശുവിനെ കാണാം, പക്ഷേ യേശുവിനെ എന്നെ കാണാൻ മാനുഷിക ചിന്ത. എന്നാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ യേശു മുകളിലോട്ടൊന്ന് നോക്കി. യേശു എപ്പോഴേ കണ്ടവനവിടെ ഇരിക്കുന്ന ഇല്ലേ? നഥാനിയേലിനോട് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോഴേ ഞാൻ കണ്ടത്, എപ്പോഴേ എന്നെ നിങ്ങളെയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ റിയലൈസേഷൻ, അത് അവെയർനെസ്. അതായത് നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ അകന്നിരുന്നേച്ച് വീണ്ടും ഒന്നിച്ച് കൂടുമ്പോൾ, ഇന്നലെ മാറി എന്നുവെച്ച് ഇന്ന് കൂടുന്ന പോലും നല്ല ഇഷ്ടമുള്ള കൂട്ടുകാർ 2-3 വർഷം 10 വർഷമൊക്കെ കാണാതിരുന്നേച്ച് പിന്നെ കാണുമ്പോഴും വീണ്ടും പുസ്തകം തുറന്ന പോലെ വീണ്ടും നമ്മൾ അടുത്ത പേജ് തുടങ്ങും. കണ്ടിട്ടുണ്ട്? ദാറ്റ്സ് കോൾഡ് ലവ്, സ്നേഹം. മക്കളും അപ്പനും അമ്മയും എല്ലാം. അപ്പം ദൈവം സക്കായിയുടെ വീട്ടിൽ വന്നപ്പം സക്കായി എല്ലാം മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ ഭാഗത്തേക്ക് ചേരുകയാണ്. എനിക്കുള്ളതെല്ലാം മാനസാന്തരം വന്നു, പാപബോധം വന്നു, അനുദപിച്ച് എന്ന് നീ അബ്രഹാമിൻ്റെ സന്തതി. അപ്പം സന്തതി ആക്കുന്ന യേശുവാണ്. അപ്പോൾ യേശു അവിടെ കർത്തൃമേശ കൊടുക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സക്കായിയെ വിരുന്നൊരുക്കിയെങ്കിലും യേശു ക്രിസ്തു തന്നെ ആതിഥേയനായി, അതിഥിയായിട്ട് യേശു ക്രിസ്തു തന്നെ ഭോജ്യവുമായി മാറുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഉറവിടം വന്നിരിക്കുകയാണ്. ഉറവയാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സക്കായി വന്നപ്പോൾ യേശുവിനല്ല പ്രയോജനം ഉണ്ടായത്, സക്കായിക്കാണ് പ്രയോജനം ഉണ്ടായത്. മനസ്സിലായോ? സക്കായിയുടെ പേരും പ്രശംസയല്ല ഇവിടെ. സക്കായിക്ക് നിത്യമായ രക്ഷ കൊടുക്കാനുള്ളവൻ അതിഥിയായിട്ടും ആതിഥേയനായിട്ടും ഭോജ്യവുമായിട്ടും വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം കർത്തൃമേശ അല്ലെങ്കിൽ കുർബാന അനുഭവിക്കുമ്പം അവൻ നമ്മുടെ രക്ഷകനായിട്ട് മാറുകയാണ്. ശത്രുക്കൾ എത്ര മുൻപേ ഉണ്ടെങ്കിലും നീ പേടിക്കേണ്ട. കാരണം കർത്താവ് പറഞ്ഞു, ശത്രുക്കളുടെ മുമ്പിലാണ് ഞാൻ മേശയൊരുക്കുന്നത്. സക്കായിയെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവിലെ പുതു സൃഷ്ടിയായപ്പം അവനൊരു പുതിയ ജീവൻ കൊടുത്തു, പുതിയ കൂട്ടായ്മ കൊടുക്കുന്നു, പുതിയ ശക്തി. ഇന്ന് സക്കായിയെക്കുറിച്ച് നല്ലതായിട്ട് പറയുന്നതിൻ്റെ റീസൺ, ക്രിസ്തു അവൻ്റെ വീട്ടിൽ ആതിഥേയനായിട്ട് ചെന്നതാണ്. ഇന്നു മുതൽ ഞാനാണ് കാര്യസ്ഥൻ. അതിഥിയായിട്ട് വിളിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ആതിഥേയനായി, അതുപോലെ തന്നെ ഭോജ്യമായി, ഭക്ഷണവുമായി മാറി. അപ്പം നമ്മൾ മനുഷ്യരുമായുള്ള ബന്ധം, സഹോദരി സഹോദരന്മാരിൽ ബന്ധം എപ്പോഴും ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതൊട്ടും ഇല്ലാത്തൊരു കാലമാണ്. ഏറ്റവും കൂടുതൽ വാശി കാണുന്നത് കുടുംബങ്ങളിലാണ്. ചെറിയ കാര്യങ്ങളിൽ ഒരു ക്ഷമിക്കാനോ മറക്കാനോ ഉള്ള ഹൃദയമില്ല. പലപ്പോഴും പണത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെയാണ് സഹോദരി സഹോദരന്മാർ വഴക്കുണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഇതൊന്നും കൊണ്ടുപോകത്തില്ലെന്ന്. പക്ഷേ ഒരല്പ സ്നേഹത്തിന് വേണ്ടി വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ എവിടെയാണ് നിൻ്റെ സ്നേഹം? എൻ്റെ സ്വന്തം സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ അറിയാൻ വയ്യ എങ്കിൽ നീ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കും. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ബലഹീനത 2 സൈഡിലുള്ള ഒരു രക്തം കൊണ്ട് കഴുകണം. ഒരു സൈഡല്ല, 2 സൈഡും. നമ്മളിലുമുണ്ട്, അവളിലുമുണ്ട്, അവരിലുമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ക്രമേണ ആ മതിലുകൾ ഇടിഞ്ഞു പോകും. ഈ മതിലിന് ശക്തിയൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഈ ദുഷ്ടശക്തികൾ വലിയ വാളും പിടിച്ച് തോക്കും പിടിച്ചൊക്കെ ആരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ചെതൽ പൊടിഞ്ഞ് വീഴുന്ന പോലെ വീഴുന്നതാണ്. അത് ചോദിക്കാൻ ആളില്ല. ആരെവിടെയെന്ന് ചോദിക്കാൻ ആളില്ല. അങ്ങനെയുള്ള പുരുഷന്മാർ കുടുംബങ്ങളിൽ ഇല്ലാതാവുന്നു. വളരെ സങ്കടമാണ്. ദൈവാത്മാവുള്ളവരില്ലെങ്കിൽ കുടുംബം എങ്ങനെ നിലനിൽക്കും? ഒരു കുടുംബത്തിൻ്റെ ബലം അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് ശക്തിയുള്ള ഒരു വ്യക്തി നിൽക്കുന്നതല്ലേ? പ്രായമാവും തോറും ആത്മാവിലല്ലേ നമ്മൾ വർദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഈ ടെലിവിഷൻ കണ്ടും യൂട്യൂബ് കണ്ടും, ടെലിവിഷനൊക്കെ 24 മണിക്കൂറും വീടുകളിൽ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഹൗ ക്യാൻ യു ഗ്രോ ഇൻ ദി സ്പിരിച്വൽ? ദൈവം ശാന്തത ആഗ്രഹിക്കുന്ന ദൈവമല്ലേ? ചില വീടുകളിലൊക്കെ ചെന്ന് എപ്പോഴും അങ്ങ് ടെലിവിഷൻ ഇട്ട്. എൻ്റെ വീട്ടിൽ ടെലിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല, അറിയാമോ? നമ്മൾ ഈ ക്വയറ്റ് കമ്മ്യൂണിക്കേഷനാണ് ദൈവവുമായിട്ട് എപ്പോഴും. അതിനകത്ത് വലിയ പാട്ടും കൂട്ടും ഒന്നും അല്ല വരുന്നത്. ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധം അതൊരിക്കലും വിട്ടുപോകരുത്. ദൈവത്തിന് നിർബന്ധമാണ്. നമ്മൾ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുർബാന അനുഭവിക്കുന്നത് എൻ്റെ സഹോദരന് നിന്നോട് പിണക്കമുണ്ട് എങ്കിൽ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇന്ത്യയിലും ഒരാൾ ഗവർണത്തും ഒരാൾ അമേരിക്കയിലും ഒരാൾ ഓസ്ട്രേലിയയാണ്, എങ്ങനെ കൂടും? പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. വിവേകത്തിൻ്റെയും വിവേചനത്തിൻ്റെ ആത്മാവ് കൊടുത്തിട്ട് ക്ഷമിച്ച് വഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കാണാനുള്ള കൃപ.
നമ്മൾ പ്രവൃത്തി മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് ഇത് നേടിയെടുക്കേണ്ടത്. ഹൃദയത്തിൽ നമുക്ക് മറ്റുള്ളവരോട് വിദ്വേഷം ഉണ്ടാകാതിരിക്കുക, അത്രയെങ്കിലും നമ്മൾ ചെയ്തെടുക്കുക. പ്രകൃതിയുടെ ബന്ധം എന്ന് പറയുന്നത്, നമുക്ക് പ്രകൃതിയോടൊരു കടപ്പാടുണ്ട്. 8-ാം സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ അറിയാം, ഭൂമിയും ഭൂതലും എല്ലാം നമ്മളടക്കി ഭരിക്കാനാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മളെ അതിന് കാവൽക്കാരാക്കിയിരിക്കുകയാണ്. 8-ാം സങ്കീർത്തനകത്ത് പറയുന്നത് എന്തുവാണ്? ദൈവം നമ്മൾക്ക് ആകാശവിധാനം സകലത്തിനെയും ദൈവം നമുക്ക് തന്നിച്ച് നമ്മളത് നോക്കാതിരുന്നിട്ട് ഭൂമി നശിച്ചു പോകുന്നു. നമ്മൾ നോക്കാം, നമ്മുടെ ഭവനങ്ങളുടെ ചുറ്റുപാടും നമ്മുടെ ദേശം നമുക്കുള്ളതിനെങ്കിലും സൂക്ഷിക്കാൻ നമുക്ക്, നമ്മുടെ വെള്ളം, കിണർ, നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിലൊക്കെയുള്ള ഈ നദികളിലൊക്കെ എന്തുമാത്രം വേസ്റ്റ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കൊച്ചു ചെറുപ്പക്കാരേതായാലും വേസ്റ്റ് മാറ്റുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം നമ്മുടെ ചുമതലയാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതാ പറയുന്നത്, നിൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ ആരെ? ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് നമ്മളെ അവൻ അധിപതികളാക്കി സകലത്തെ അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. ആരുടെ? മനുഷ്യൻ്റെ. എന്നിട്ടാണ് കർത്താവ് പറയുന്നത് ഈ 8-ാം സങ്കീർത്തനം 7, ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗം. ഇതൊക്കെ ആടും കാളയൊന്നും അല്ല, ഇപ്പം പണമായിരിക്കാം, ബാങ്കായിരിക്കാം, പിന്നെ നമ്മുടെ വസ്തുക്കളായിരിക്കാം, സഹോദരി, എല്ലാം ആകാം. ആടുകളെയും കാളകളെയും കാട്ടിലെ മൃഗങ്ങളെയൊക്കെ, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ അതുമാകാം. സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠം. അവയെല്ലാം എൻ്റെ കാൽ കീഴാക്കി തന്നിരിക്കുന്ന എന്തിനാ? നീ അത് ചൊവ്വേ ഭരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ? ചുമ്മാതാണോ? നിന്നെ ഏൽപ്പിച്ചാലത് നോക്കുന്നു കണ്ടിട്ടല്ലേ ഏൽപ്പിച്ചത്? താലന്തുകൾ ഏൽപ്പിച്ച് തന്നേച്ചു കർത്താവ് പോയിരിക്കുകയാണ്. തിരിച്ചു വരും എന്നുള്ളത് സംശയമില്ല. തിരിച്ചു വരും. ഉടയവൻ ചോദിക്കും. ഉടയവൻ ചോദിക്കുമ്പോൾ എല്ലാത്തിലും പ്രശംസ വാങ്ങിക്കണ്ട, എല്ലാത്തിലും 100%, ചിലതിലെങ്കിലും ഒന്ന് മുൻപോട്ട് നിൽക്കരുത്. നമ്മൾ കർത്താവിൻ്റെ രക്തവും ശരീരവും അനുഭവിക്കുന്നതാണ്. അത് ഒരു വൃക്ഷത്തിൻ്റെ ഫലം, അത് എന്ത് ത്യാഗം സഹിച്ചിട്ടാണ് ഒരു ഫലം ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രവൃത്തിയാണ്. ആ വൃക്ഷം അതിൻ്റെ ഫലം തിന്നുന്നു പോലുമില്ല. ഒരു മാവേലുള്ള മാവ് തിന്നത്തില്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കുക. വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുഞ്ഞുങ്ങളെ തിന്നുന്നത്, നമ്മളാണ് അവരെ തിന്നുന്നത്. മനുഷ്യനല്ലാത്ത സ്റ്റേജിലേക്ക് മാറി. ഇതൊന്നും ഏദൻ തോട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നില്ല. ഏദൻ തോട്ടത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് കഴിയുന്നുണ്ട്. അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ദൈവത്വത്തെ കാണാൻ തുടങ്ങുന്നത്. വലിയ ത്യാഗമാണ് ഒരു പ്രകൃതി കാണിക്കുന്നത്. ആ പ്രകൃതി നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നാമത് പ്രത്യാശയുള്ളവരാണ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന് പറയുന്നു റോമർക്കെഴുതിയ ലേഖനം 5. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. എപ്പോഴാണ് ഹോപ്പ് നശിക്കാതിരിക്കുന്നത്? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴും. ഈ ആത്മാവെന്ന് പറയുന്നത്, എൻ്റെ അന്തരാത്മാവിനോട് പരിശുദ്ധാത്മാവ് ജോയിൻ ചെയ്ത് ജീവൻ പ്രാപിക്കണം. അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നൊരു ഘടകം നമ്മളിൽ വരുന്നില്ല, തൃത്വം കയറുന്നില്ല, പിതാപുത്ര പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. പിന്നെ നിൻ്റെ സ്വയപ്രശംസയ്ക്ക്, സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി കുറേ ചെയ്യും, അതൊന്നും സ്വർഗത്തിൽ വിലപ്പെടത്തില്ല. ഒറ്റ തീക്ക് അത് മുഴുവൻ കരിഞ്ഞു പോകും. നമുക്ക് കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ. അതിനെക്കുറിച്ച് അടുത്ത ദിവസം എടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ ബന്ധങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയണം. ദൈവമാണ് ഭൂമി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ നമ്മളെ ആക്കിയിരിക്കുക. നമുക്കൊരു നിയമപരമായ ബന്ധം കർത്താവ് സ്ഥാപിച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കമ്മ്യൂണിയൻ കർത്താവെ, ഒരു കൂട്ടായ്മ നിന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പരിപൂർണതയുണ്ട്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടം നീയുമാണ്. ജീവനും നീയാണ് ഞങ്ങൾക്ക് തരുന്നത്. ജീവൻ്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിൽ നിന്ന് മുദ്രയിട്ടിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുമ്പം ഈ ചുറ്റുപാടും ഞങ്ങളെ തന്നെത്താന് നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, കുടുംബപരമായ കാര്യങ്ങൾ നോക്കാൻ, ചുറ്റുപാടുകൾ നോക്കാൻ, സമൂഹത്തിന് വിലപിടിപ്പായിട്ടുള്ള എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ, അതുപോലെ കർത്താവേ പ്രകൃതിയോട് ദൈവത്തിൻ്റെ ശക്തിയുള്ള ആത്മാവിലെ അതിനെ ശരിയായിട്ട് പരിപാലിക്കാനുള്ള ഹൃദയം ഓരോരുത്തർക്കും അവരവർക്ക് തന്ന സ്ഥലമെങ്കിലും ഒന്ന് വൃത്തിയാക്കി ഇട്ടിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നേന്. ഒരു മനുഷ്യനും മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കാത്ത പോലെ അതുപോലെ കഷ്ടത്തിലായി മാറിയിരിക്കുക. പ്രകൃതി നിന്നെ അനുസരിക്കാൻ തയ്യാറാണ്, പക്ഷെ മനുഷ്യൻ അതിനെ അശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുക. വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അനേക മക്കളിൽ, ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ ഒത്തിരിയും കൊച്ചു പിള്ളേർ നദികൾ ക്ലീൻ ചെയ്യാനും കർത്താവെ പ്ലാസ്റ്റിക് മാറ്റാനും ഒക്കെ പരിശ്രമിക്കുന്നു. ഇതെല്ലാം കൂടി മല പോലെ നിൽക്കുന്നത് മാറിയില്ല എങ്കിൽ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാകും. മനുഷ്യനെ തന്നെ കൊല്ലുന്ന അവസ്ഥ. ദൈവം അങ്ങനെ അല്ലല്ലോ
സൃഷ്ടിച്ചത്. കർത്താവ് വന്നിരിക്കുന്ന ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ. കർത്താവെ, നമ്മുടെ ഭവനങ്ങളിൽ ആ യഹൂദയുടെ സിംഹം ഇറങ്ങി വന്നിട്ട് സമാധാനത്തിൻ്റെ ചെങ്കോല് നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കീടങ്ങൾ മാറണം കർത്താവെ. നിനക്കിഷ്ടമില്ലാത്ത എല്ലാം ഹൃദയത്തിനകത്തുനിന്ന് മാറിപ്പോണം. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ശരീരവും ഒരുപോലെ നിന്നെ സ്തുതിക്കാൻ തക്കവണ്ണം ഒരുക്കിയെടുക്കണം. വീടും പരിസരവും ശുദ്ധമാകട്ടെ, ഞങ്ങളും ശുദ്ധമായി മാറട്ടെ. നാഥൻ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് നന്ദി. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.